Dear students, നമ്മൾ വെക്റ്റർ കാൽക്കുലസ് എന്നുള്ള പേപ്പറിൽ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, ഗ്രേഡിയന്റ് വെക്ടേഴ്സ് ആൻഡ് ടാൻജന്റ് പ്ലെയിൻസ്, എക്സ്ട്രീം വാല്യൂസ് ആൻഡ് സാഡിൽ പോയിന്റ്സ്, ലഗ്രാഞ്ചെ മൾട്ടിപ്ലയേഴ്സ്, ടൈലേഴ്സ് ഫോർമുല, ഡബിൾ ഇന്റഗ്രൽസ് ഇൻ പോളാർ ഫോം, ഇത്രയും ടോപ്പിക്കുകളാണ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളത്. അതിൽ ഫസ്റ്റ് ഇന്റഗ്രേഷൻസ് വരുന്നത് നെക്സ്റ്റ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആണ്. നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിസ്കസ് ചെയ്തു. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിസ്കസ് ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ്, ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ്, ദെൻ ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് in the direction of x-axis, and dou f by dou y is the derivative of f in the direction of y-axis എന്നുള്ള ഫോമിലാണ് നമ്മൾ dou f by dou x ഉം dou f by dou y എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിസ്കസ് ചെയ്തത്. ഇനി എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പകരം ഒരു ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒരു ഗിവൺ ലൈനിന്റെ അല്ലെങ്കിൽ ഒരു ഗിവൺ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് വരുമ്പോൾ, that is if f of x by a function defined throughout a region r എന്നുള്ള ഒരു റീജിയനിൽ ത്രൂ ഔട്ട് ആയിട്ട് f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ റീജിയനിൽ കിടക്കുന്ന ഒരു റീജിയന്റെ ഉള്ളിൽ വരുന്ന ഒരു പോയിന്റ് ആണ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ u ഈക്വൽ ടു u1i പ്ലസ് u2j എന്ന് പറയുന്നത് L എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ ആണ് u എന്നുള്ളത്. ഇനി ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ f of xy in the direction of the vector u at the point p naught x naught y naught. ഇതാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് f at the point p naught y naught in the direction of the vector u എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. The derivative of f at p naught x naught y naught in the direction of the unit vector u equal to u1i plus u2j is the number df by ds u p naught is equal to limit s tends to 0 f of x naught plus s u1 y naught plus s u2 minus f of x naught y naught divided by s provided the limit on the right hand side exists. അപ്പം f of x naught എന്ന് പറയുന്ന f of x y എന്നുള്ള ഫംഗ്ഷന്റെ x naught y naught എന്നുള്ള പോയിന്റിൽ u എന്നുള്ള ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് df by ds u p naught എന്നുള്ള ഫോമിൽ ഡിനോട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് s tends to 0 f of x naught plus s u1 y naught plus s u2 minus f of x naught y naught divided by s. നമുക്കറിയാം ഈ ഒരു x naught plus s u1 y naught plus s u2 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് x equal to x naught plus s u1 y equal to y naught plus s u2 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ x naught y naught എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന u എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ലൈനാണ്. അപ്പം x naught plus s u1 y naught plus s u2 എന്നുള്ളത് u എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ലൈനിൽ വരുന്ന പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡ് ബൈ എസ് എന്നുള്ള ഫോമിലാണ് അതിന്റെ ലിമിറ്റ് എസ് ടെൻസ് ടു 0 വരുമ്പോൾ എന്താണോ വരുന്നത് അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഡി എഫ് ബൈ ഡി എസ് യു പി നോട്ട് എന്നുള്ള ഫോമിൽ ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഇതിനെ ഈ ഒരു ഫോമിലാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡി യു എഫ് അറ്റ് പി നോട്ട്. Direction derivative of f in the direction of the vector u at the point p naught എന്നുള്ള ഫോമിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി u equal to i എന്നാണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു u equal to i ആണ് വരുന്നത് എങ്കിൽ direction derivative df by ds in the direction of i vector in the direction of the vector i എന്നുള്ളത് എന്തായിരിക്കും dou f by dou x ആയിരിക്കും എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ u equal to j ആണ് എങ്കിൽ dou f by dou y ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞു. ഇനി ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള പ്രോബ്ലം, ഇവിടെ ഒരു ഫസ്റ്റ് പ്രോബ്ലം കൊടുത്തിട്ടുള്ളത്
Find the derivative of f of xy is equal to 2xy minus 3y square at p naught 5 in the direction of the vector 4i plus 3j. അപ്പം നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണോ കാണേണ്ടത് ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടർ അത് കാണുന്നത് നമുക്ക് അറിയാം. u1i plus u2j ഡിവൈഡ് ബൈ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് u എന്നുള്ളതാണ് യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല. അപ്പം യൂണിറ്റ് വെക്ടർ കാണാം 4i plus 3j ന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ we can represent it by u equal to 4i plus 3j divided by root of 4 square plus 3 square is equal to 4 by 5 i plus 3 by 5 j എന്നുള്ള ഫോർമുല. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഏത് വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണോ കാണേണ്ടത് ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെഫിനിഷനുള്ള ഫോർമുല നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ df by ds ഇവിടെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുകയാണ് ചെയ്തിട്ടുള്ളത്. df by ds u p naught is equal to ലിമിറ്റ് ആ ഒരു ഡെഫിനിഷൻ നമ്മൾ എഴുതി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. u1ന് u2ന് x0ന് y0ന് എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇനി ഈ ഒരു ഇത് f of x0 y0 f of xy എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. f of xy is equal to 2xy minus 3y square എന്നുള്ളതാണ്. ആ വാല്യൂസ് നമ്മളിവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തതിന്റെ ശേഷം ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -4 എന്നുള്ള ആൻസർ കിട്ടി. അത് ഓരോ സ്റ്റെപ്പും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോട്ട് നോക്കി സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ടേമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ഈ ഒരു ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള പുതിയ ഫോർമുല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ ലിമിറ്റ് വാല്യുവേറ്റ് ചെയ്ത് എപ്പോഴും ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുക എന്ന് പറയുന്നത് എളുപ്പമല്ല, കുറച്ച് ലെങ്തി പ്രോസസ് ആയിട്ട് വരും. അപ്പൊ അതിന് പകരം നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ കാണാനുള്ളത് പോലെ തന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് വെക്ടർ കാൽക്കുലസ് പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറയുന്നത്. ദി ഗ്രേഡിയന്റ് വെക്ടർ or gradient of a function f of xy at a point p0 x0 y0 is the vector. Gradient vector എന്ന് പറയുന്നത് എപ്പോഴും വെക്ടർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് del f എന്നുള്ള ഫോർമുല ആണ്. del f is equal to dou f by dou xi plus dou f by dou yj obtained by evaluating the partial derivative of f at p0. അപ്പം dou f by dou x കാണാം, dou f by dou y കാണാം, അതിന് dou f by dou x into i plus dou f by dou y into j എന്നുള്ളതിനെ നമ്മൾ ഗ്രേഡിയന്റ് വെക്ടർ del f എന്നുള്ളത് പറയാം. അപ്പം del f at the point p0 is equal to dou f by dou x at p0 i plus dou f by dou y at p0 j എന്നുള്ള ഫോമില്. The notation del f is read as grad f as well as gradient of f and del f. This symbol itself is read del. Okay, ഇതിനെ നമ്മൾ del എന്നാണ് വിളിക്കുന്നത്, del f എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് തിയറത്തിൽ നിങ്ങൾ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. If the partial derivatives of f of xy are defined at p x0 y0, then the derivative of f at p0 in the direction of the unit vector u is df by ds u p0 is equal to del f at p0 dot u, the scalar product of the gradient f at p0 and u. അപ്പം ഒരു f of xy എന്ന് പറയുന്ന ഫംഗ്ഷനിലെ p of x0 y0 എന്നുള്ള പോയിന്റിലെ u എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, del f at the point p0 dot u. അപ്പൊ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാൻ നമുക്ക് ഇനി ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. del f dot u എന്നുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു del f dot u എന്നുള്ള ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്താൽ മതി. അതിന്റെ പ്രൂഫ് പറഞ്ഞിട്ടുണ്ട്. പ്രൂഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഇനി പ്രോബ്ലംസിലേക്ക് പോകാം. പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് f of xy is equal to x e raised to y plus cos xy at the point p0
0 in the direction of the vector I plus j. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഫോർമുല അറിയാം, ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ I plus j എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. അപ്പൊ I plus j എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അതിനെ നമ്മൾ u എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. u equal to I plus j by root of 1 square plus 1 square is equal to 1 by root 2 I plus 1 by root 2 j എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ഗ്രേഡിയന്റ് വെക്ടർ കാണണം, അല്ലെങ്കിൽ del f കാണണം. del f at the point 20 ആണ് നമുക്ക് കാണേണ്ടത്. 20 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് ആദ്യം del f at 20 കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് dou f by dou x f equal to x e raised to y plus cos xy. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to y മൈനസ് വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to y മൈനസ് y sin xy എന്ന് കിട്ടി. അതിൽ 20 എന്നുള്ള പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടി. ഇതേപോലെ dou f by dou y കാണാം. dou f by dou y at 20 equal to 2 എന്ന് കിട്ടി. Therefore del f at 20 is equal to dou f by dou x at 20 I plus dou f by dou y at 20 j is equal to I plus 2j എന്ന് കിട്ടി. അപ്പം നമുക്ക് u കിട്ടി, del f at 20 equal to I plus j എന്ന് കിട്ടി. ഇനി ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല df by ds in the direction of the vector u at the point p naught is equal to del f p naught dot u. del f ന്റെ വാല്യൂ I plus 2j, u ന്റെ വാല്യൂ I by root 2 plus j by root 2 is equal to near dot product കാണാം. I ന്റെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യാം 1 by root 2 2 into 1 by root 2 plus 2 into 1 by root 2. അപ്പം 1 by root 2 plus 2 into 1 by root 2 that is 3 by root 2 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ ഒരു പാർട്ടിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ സപ്ലിമെന്ററി പ്രോബ്ലംസിൽ പേജ് നമ്പർ 91 1 മുതൽ 9 വരെ ക്വസ്റ്റ്യൻസ് ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ, 10 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ ദി ഗിവൺ ഫംഗ്ഷൻ അറ്റ് പി നോട്ട് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എ. എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടറിന്റെ ഡയറക്ഷനിൽ പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനാണ് 20 വരെയുള്ള പ്രോബ്ലംസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഹോംവർക്ക് ആയിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് എങ്കിലും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.